ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് മൂകാംബികയിലേക്ക് പോവാണ്. തണുത്തത് സമയം 2:15 സമയം. ട്രെയിന് 4:40 ആ ഒരു ടൈമാണ് ട്രെയിൻ. ഉറക്കുന്നത് നമുക്ക് റെഡിയാവാം. ഓക്കെ, ബൈ. അമ്മ നോക്കി ഇങ്ങോട്ടേക്ക്. നമ്മൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ നേരത്തെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഒരു 4:40 ആയിരുന്നു ട്രെയിന്. ട്രെയിൻ നമ്പർ 1, 2. പിന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സിലെ ഏതോ ഒരു ഡ്രാമ, ഏതായിരുന്നു ഓർമ്മയില്ല, ഏതോ 2 എപ്പിസോഡ് കണ്ടു. പിന്നെ ഒരു ബിങ്കോ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി. ഇഡ്ഡലി ആൻഡ് വടയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു 2 ഇഡ്ഡലിയും 2 വടയായിരിക്കുന്നു. പക്ഷേ എനിക്ക് 3 ഇഡ്ഡലിയും 1 വടയും കിട്ടിയിട്ടുള്ളായിരുന്നു. തൽക്കാലം പിന്നെ ഞാൻ അച്ഛൻ്റെ ഒരു വട എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നിട്ട് ഏതോ ഒരു സ്റ്റോപ്പിലെത്തിയിട്ട് കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, വാ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി നീങ്ങുമ്പം ഞാൻ സ്ലോ മോഷനിൽ കയറി വരുന്നതായിരുന്നു തീം. പക്ഷേ എനിക്ക് പേടിയായിട്ട് വേണ്ട, നമുക്ക് നേരത്തെ പോകാൻ വിചാരിച്ചു. അതിൻ്റെ റിഹേഴ്സലൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഏട്ടൻ വണ്ടി എടുത്ത് നീങ്ങി എന്ന് പറഞ്ഞ് പേടിപ്പിച്ച്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, വേഗം പോയി കയറി. നമ്മളിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ ഫീൽഡ് കണ്ടു. നല്ല കൃഷിയൊക്കെ നടത്തുന്ന നല്ല പച്ചപ്പായ കുറേ സ്ഥലങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല പച്ചപ്പായിട്ടുള്ള, കേരളത്തിൽ ഇങ്ങനെ പൊതുവേ ഇങ്ങനെയൊന്നും നമ്മൾ കാണാറില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരമായിട്ട് എത്തുന്നില്ല, കുറേ നേരമായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ പുറത്തത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 7-8 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ബൈന്ദൂരിലെത്തി. എന്നിട്ട് നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ഏതൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു പോയത്. അവിടുത്തെ റൈസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ റൈസല്ല, കുറച്ച് അരിയെല്ലാം കുറച്ച് നീളമുള്ള ടൈപ്പ് റൈസാണ്. എന്താ വൈറ്റ് റൈസാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറയാൻ തോന്നുന്നു. പിന്നെ നമ്മൾ മൂകാംബികയിലേക്ക് പോവുകയാണ്. അപ്പം അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറണം മൂകാംബികയിലേക്ക്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ബസ് ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് നമുക്ക് അറിയാത്തതുകൊണ്ട് ഏത് ബസ്സാണ് എന്താണെന്നും അറിയില്ലല്ലോ, കാരണം ഇംഗ്ലീഷൊന്നും അവർ എഴുതിയിട്ടില്ല. പിന്നെ ഒരു കുട്ടീനോട് ചോദിച്ചിട്ട് ബസ്സൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ മൂകാംബികയിലേക്ക് പോയി. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.